ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ തങ്ങളുടെ വരുതിക്കുള്ളിൽ കൊണ്ടുവന്ന് ഭരിച്ച മുഗൾ സാമ്രാജ്യവുമായും രാജാക്കന്മാരുമായും യുദ്ധവും സമാധാനവും പ്രഖ്യാപിച്ച നേതാവ്, തന്നെ കൊല്ലാൻ വന്നവനെ കുത്തിമലർത്തിയിട്ട് യുദ്ധം പ്രഖ്യാപിച്ച പോരാളി, തുറങ്കിലടക്കപ്പെട്ടപ്പോൾ അതിവിദഗ്ധമായി രക്ഷപ്പെട്ട് സന്നാഹങ്ങളുമായി തിരിച്ചുവന്ന് ആ രാജ്യം തന്നെ കീഴടക്കിയ ചക്രവർത്തി. സിനിമാ കഥകളെ വെല്ലുന്ന ഇത്രയും സംഭവബഹുലമായ ജീവിത ചരിത്രമുള്ള മറ്റൊരു നേതാവ് ഇന്ത്യയിൽ വേറെയുണ്ടായിരുന്നു എന്ന് സംശയം. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ഛത്രപതി ശിവജി മഹാരാജ. ഇന്നത്തെ പൂനെ ഡിസ്ട്രിക്റ്റിന്റെ പരിധിയിൽ വരുന്ന ശിവ്നേരി കോട്ടയിൽ 1630 ഫെബ്രുവരി 19 ശിവജി ഭോസ്ലെയുടെ ജനനം. മറാഠാ സാമ്രാജ്യത്തിന്റെ മടിത്തട്ടിൽ ഭോസ്ലെ ഗോത്രത്തിന്റെ സംരക്ഷണത്തിലും പരിചരണയിലുമാണ് ശിവജി വളർന്നു വന്നത്. ദൈവവിശ്വാസിയും ദീർഘദൃഷ്ടിയുമുള്ള ജീജാബായിയാണ് അമ്മ. മതചര്യകളുടെയും ഭക്തിയുടെയും പാഠങ്ങൾ ശിവജി സ്വായത്തമാക്കിയതൊക്കെ അമ്മയിൽ നിന്നുമായിരുന്നു. ശിവജിയുടെ പിതാവ് ഷഹാജി ഡക്കാൻ മേഖല ഭരിച്ചുകൊണ്ടിരുന്ന മാലിക് അംബറിന്റെ സേനയിലെ ജനറലായിരുന്നു. വേദപുസ്തകങ്ങളും മതരീതികളും പഠിച്ചു വളർന്ന ശിവജി മതപണ്ഡിതന്മാരിൽ നിന്നും സൂഫി വര്യരിൽ നിന്നും തത്വശാസ്ത്രങ്ങളും നീതിമാർഗങ്ങളും സ്വായത്തമാക്കി. രാമായണവും മഹാഭാരതവും പോലുള്ള ഇതിഹാസങ്ങളൊക്കെ കേട്ടും വായിച്ചും മനസ്സിലാക്കി. ശിവജി വളർന്നു വരുന്ന അന്തിമമായ സ്വപ്നം. തൻ്റെ 16ാമത്തെ വയസ്സിലാണ് ശിവജി യുദ്ധത്തിനിറങ്ങുന്നത്. കൂടെ ചോദിച്ചാൽ ചങ്ക് പറിച്ചു നൽകുന്ന ഒരു പറ്റം കൂട്ടാളികൾ. ശിവജിയുടെ സൈന്യത്തിന്റെ ആത്മാർത്ഥത കണ്ട് സമകാലഘട്ടത്തിലെ പല രാജാക്കന്മാർക്കും അസൂയ തോന്നിയിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പിന്നീട് അറിയിക്കുന്നുണ്ട്. ശിവജി ആദ്യം ആക്രമിച്ചത് തന്റെ അയൽരാജ്യമായ ബീജാപ്പൂർ രാജവംശത്തിന്റെ കീഴിൽ വരും തോർണ കോട്ടയായിരുന്നു. 1647 ആകുമ്പോഴേക്കും കോണ്ടനയും രാജ്ഘട്ട് കോട്ടയും മാത്രമല്ല, ദക്ഷിണ പൂനെയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ശിവജിയുടെ കൈപ്പിടിയിലായി കഴിഞ്ഞിരുന്നു. 1648 ജൂലൈ 25 ബീജാപ്പൂർ രാജാവായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ നിർദ്ദേശപ്രകാരം ബാജി കോർഫഡെ ശിവജിയുടെ പിതാവ് ഷഹാജിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു. ആരെയും ഭയക്കാത്ത ശിവജിയുടെ മുന്നേറ്റത്തിന് തടയിടുകയായിരുന്നു ഉദ്ദേശ്യം. ആദിൽ ഷാ അതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. 1949 ഷഹാജിയെ മോചിപ്പിച്ചപ്പോൾ തന്നെ ശിവജി അശ്വാരൂഢനായി യുദ്ധമുഖത്തേക്കിറങ്ങി തന്റെ വിശ്വസ്തരായ സൈനികർക്കൊപ്പം. ശിവജിയെ നാമാവശേഷനാക്കാൻ തീരുമാനിച്ച ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷാ തന്റെ വിശ്വസ്ത ജനറലായ അഫ്സൽ ഖാനെയും 40,000-ഓളം വരുന്ന പട്ടാളക്കാരെയും അയച്ചത് 1657 ശിവജിയുടെ കുടുംബക്ഷേത്രമായ തുൾജാ ഭവാനി ക്ഷേത്രവും പന്തർപൂരിലെ പ്രമുഖമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായിരുന്ന വിത്തോബ ക്ഷേത്രവും ബീജാപ്പൂർ സൈനികർ തകർത്തുകളഞ്ഞപ്പോൾ ഭയചകിതരായ യുദ്ധതന്ത്രജ്ഞർ ശിവജിയോട് പിന്മാറാൻ ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം അതിനൊരുക്കമായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ശിവജിയും അഫ്സൽ ഖാനും സൗഹൃദ സംഭാഷണത്തിന് തയ്യാറാവുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ ഒരു വാളും കൂടെ ഒരു അനുയായിയും മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു നിയമം. പ്രതാപ്ഘട്ട് കോട്ടയിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടൽ. അഫ്സൽ ഖാൻ മുൻപോട്ട് ചെന്ന് ആശ്ലേഷിക്കവേ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി ശിവജിയുടെ പുറത്ത് കുത്തിക്കയറ്റി. ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന ശിവജി കരുതിയിരുന്ന കഠാര അഫ്സൽ ഖാന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയും ചെയ്തു. നിയമം ലംഘിച്ചത് അഫ്സൽ ഖാനാണെന്ന് മറാഠ ചരിത്രകാരന്മാരും അതല്ല ശിവജിയായിരുന്നുവെന്ന് പേർഷ്യൻ ചരിത്രകാരന്മാരും പറയുന്നു. ശിവജി അഫ്സൽ ഖാനെ ഏൽപ്പിച്ച ആഘാതം മാരകമായി. പീരങ്കിക്ക് തീക്കൊളുത്തി തന്റെ ഒളിച്ചു നിൽക്കുകയായിരുന്ന സൈനികർക്ക് അടയാളം കൊടുത്ത് ശിവജി ഇറങ്ങിച്ചെന്ന് ആക്രമണം തുടങ്ങി. ശിവജിയുടെ സൈന്യം ഇരച്ചു മുന്നേറി. 30,000-ഓളം വരുന്ന ബീജാപ്പൂർ പടയാളികൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവസാന ചിരി ശിവജിക്കുള്ളതായിരുന്നു. യുദ്ധം ശിവജിയും കൂട്ടരും ജയിച്ചു. ശിവജിയുടെ ഈ അഭൂതപൂർവമായ വിജയം അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയത്. ഇങ്ങനെ വിട്ടാൽ ഒരു കാലത്ത് ശിവജി തന്റെ സാമ്രാജ്യത്തിനും ഭീഷണിയാവുമെന്ന് മുൻകൂട്ടി കണ്ട് തന്റെ അമ്മാവനായ ഷായിസ്ത ഖാനെയും വലിയൊരു സൈന്യത്തെയും ശിവജിയുടെ തട്ടകത്തിലേക്ക് അയച്ചു. ആ യുദ്ധത്തിൽ ശിവജി പരാജയപ്പെട്ടു. പൂനെയിൽ നിന്ന് തന്നെ ശിവജിയും കൂട്ടരും പുറത്താക്കപ്പെട്ടു. എന്നാൽ അധികം വൈകാതെ തനിക്കു പറ്റിയ തെറ്റുകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പൂർവാധികം ശക്തിയോടെ ശിവജിയും സൈന്യവും തിരിച്ചടിച്ചു. അതിവിദഗ്ധമായ യുദ്ധമുറകളിലൂടെ ഖാനെ നിഷ്കാസനം ചെയ്യുകയും
രാജ്യം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കകം തനിക്ക് നഷ്ടപ്പെട്ട കോട്ടകൾ ഒന്നൊന്നായി പിടിച്ചെടുത്തു. പിന്നീടങ്ങോട്ട് ഒട്ടനവധി യുദ്ധങ്ങൾ നയിക്കുകയുണ്ടായി ശിവജി. മിക്കവയും ഔറംഗസീബിനെതിരെയായി. ഒരിക്കൽ ശിവജി പിടിക്കപ്പെടുകയും തുറങ്കിലടക്കപ്പെടുകയും ചെയ്തു. തൂക്കിലേറ്റപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കോട്ടയിലേക്ക് പഴങ്ങൾ കൊണ്ടുവരുന്ന കൊട്ടയിൽ കയറി അതിസാഹസികമായി രക്ഷപ്പെട്ട കഥ പ്രസിദ്ധമാണ്. പിന്നീടങ്ങോട്ട് ശിവജിയുടെ ശക്തിയും വളർച്ചയും മഹാരാഷ്ട്രയിലെ റൈഗഡിലുള്ള റൈഗഡ് കോട്ടയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഭൂമിശാസ്ത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ള കുന്നിൻ മുകളിലെ ഈ കോട്ടയിൽ ശത്രുക്കൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയുമായിരുന്നു. ശിവജി ഭരണകാലത്ത് ഹിന്ദുക്കൾക്കിടയിൽ അന്നുണ്ടായിരുന്ന തൊട്ടുതീണ്ടായ്മ ഉന്മൂലനം ചെയ്തു. കീഴ്ജാതിക്കാരെ തന്റെ സൈന്യത്തിലേക്ക് എടുത്തു എന്ന് മാത്രമല്ല, കഴിവുള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളും ശിക്ഷയും നീതിയും അർഹിക്കുന്ന തരത്തിൽ നടപ്പാക്കി. എല്ലാ മതസ്ഥർക്കും പ്രാധാന്യം നൽകി. തന്റെ ഭരണത്തിൽ ഏത് മതസ്ഥർക്കും അവരുടെ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. മുസ്ലിം പള്ളികൾക്കും മുസ്ലിങ്ങൾക്കും പൂർണ്ണ സംരക്ഷണവും കരുതലും നൽകി. ഒരു കാലത്ത് ശിവജിയുടെ സൈന്യത്തിലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു എന്നത് ഇന്ന് കേൾക്കുമ്പോൾ വിരോധാഭാസമായി തോന്നി. തന്നേക്കാൾ 10 മടങ്ങ് ശക്തരായ മുഗൾ ചക്രവർത്തിമാർക്കെതിരെ യുദ്ധം ചെയ്ത അമാനുഷികനായിരുന്നു ശിവജി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുത്ത കരുത്തുമായി പിന്നീടങ്ങോട്ട് പൊരുതി വന്ന പല മറാഠ രാജാക്കന്മാരും നീതിയുക്തമല്ലാത്ത യുദ്ധതന്ത്രങ്ങളിലൂടെയും ചതിയിലൂടെയും ഇങ്ങിവിടെ കേരളത്തിൽ പോലും കുപ്രസിദ്ധി നേടിയിട്ടുണ്ടെങ്കിലും ശിവജി എന്ന ആ മഹാനായ രാജാവിന്റെ പേരും പെരുമയും വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരുന്നു. 1680 തന്റെ 50ാമത്തെ വയസ്സിൽ രോഗശയ്യയിലായിരുന്ന ശിവജി അന്ത്യശ്വാസം വിളിച്ചു. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് വിപ്ലവകരമായ തുടക്കമിട്ട ശിവജിയല്ലേ ഒരു